പോലീസ് ജീപ്പിന് പിഴയിട്ടു. തൃശൂർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. തൃശൂരിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. വടക്കാഞ്ചേരി പോലീസ് ജീപ്പിന് പിഴ ചുമത്തിയതിനാണ് കേസെടുത്തത്. വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിനെതിരെയാണ് നടപടി. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്ത പ്രചരിപ്പിച്ചതിലുമാണ് കേസ്. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെന്നാരോപിച്ചാണ് എൻഫോഴ്സ്മെന്റ് MBI ജീപ്പ് തടഞ്ഞു നിർത്തി 4000 രൂപ പിഴയിട്ടത്. എന്നാൽ കൃത്യമായ ഇൻഷുറൻസ് രേഖകളുള്ള വാഹനമാണിതെന്ന് വ്യക്തമാക്കിയ പോലീസ് MVDയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് നാളെ മണ്ണിടിച്ചിൽ ദുരന്ത മേഖല സന്ദർശിക്കും. നാളെ രാവിലെ 11:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 1 മണിയോടെ ദുരന്ത മേഖലയിലെത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് മീനാക്ഷി പാലത്തിന് സമീപമെത്തും. ചൂരൽമല ദുരന്തം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് വയനാട്ടിൽ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നത്. അപകടം നടന്നയുടൻ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഏകോപിപ്പിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. ഉണ്ടായത് വലിയ മണ്ണിടിച്ചിലാണ്. റെസ്ക്യൂ ഓപ്പറേഷൻ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ വിവിധ സേനകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്നും നേരത്തെ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. IHRD ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയ നടപടിയിൽ പ്രതികരിച്ച VA അരുൺകുമാർ കഴിഞ്ഞ 32 വർഷക്കാലത്തെ നീണ്ട സർവീസിൽ പ്രിൻസിപ്പൽ, അഡീഷണൽ ഡയറക്ടർ തുടങ്ങി വിവിധ തസ്തികകളിൽ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും അർഹതപ്പെട്ട സ്ഥിരം ഡയറക്ടർ പ്രൊമോഷൻ നൽകാൻ ഒരു സർക്കാരും തയ്യാറായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. അർഹതപ്പെട്ട അംഗീകാരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഏതൊരു പ്രൊഫഷണലിനും ഉണ്ടാകുന്ന സ്വാഭാവികമായ വിഷമമുണ്ടെങ്കിലും ഒരു വലിയ ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ പടിയിറക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡയറക്ടറുടെ ചുമതല വഹിക്കാൻ കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ IHRD എന്ന വലിയ സ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ മാറ്റങ്ങളിലേക്ക് നയിക്കാനും ഈ മേഖലയിൽ കൃത്യമായൊരു ദിശാബോധം സൃഷ്ടിക്കാനും കഴിഞ്ഞുവെന്ന ബോധ്യമാണ് ഏറ്റവും വലിയ പദവിയെന്നും അരുൺകുമാർ പറഞ്ഞു. കൊച്ചി MG റോഡിൽ കെട്ടിടം ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ അപകടം. ജാക്കി ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഉയർത്താൻ ശ്രമിച്ച കെട്ടിടം സമീപത്തെ മറ്റൊരു കെട്ടിടത്തിൽ തട്ടി നിൽക്കുകയാണ്. സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകുന്ന കെട്ടിടമാണ് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ ചരിഞ്ഞത്. സമീപത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ നിന്നും ആളുകൾ ഒഴിയാൻ അധികൃതർ നിർദ്ദേശം നൽകി. നിലവിൽ സംഭവസ്ഥലം പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. നാളെ രാവിലെ കരാർ കമ്പനിയുടെ വിദഗ്ധർ എത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഒറ്റപ്പാലത്ത് വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന്റെ കാലറ്റുപോയി. ഇന്ന് വൈകിട്ട് 5:30 അപകടം നടന്നത്. ലക്കിടിമംഗലത്തിന് സമീപത്ത് വൈകിട്ട് 4 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 2 ഇരുചക്ര വാഹനങ്ങളും 1 കാറും 1 ഗുഡ്സ് വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് സ്വദേശി സതീഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഒറ്റപ്പാലത്തെ മൊസൈക്ക് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇയാൾ. ഒറ്റപ്പാലത്ത് നിന്നും ജോലി കഴിഞ്ഞ് തിരികെ പാലക്കാട്ടേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽപ്പെട്ട കാർ കാലിലൂടെ കയറി ഇറങ്ങിയെന്നാണ് വിവരം. അപകടത്തിൽ മറ്റൊരു ബൈക്ക് യാത്രികനും പരിക്കേറ്റു. മംഗലം സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്.